ശ്രീ ആന്റണി രാജു. സർ, കേരളത്തിലെ സാധാരണക്കാരുടെ സാമൂഹ്യ പുരോഗതിയിലും സാമ്പത്തികമായ വളർച്ചയിലും നിർണായകമായ പങ്കുവഹിച്ച മഹാപ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് സംവിധാനം. സർ, ഒന്നാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയ കേരള ബാങ്ക് അതിന് കൂടുതൽ കരുത്തും പകർന്നിട്ടുണ്ട്. സർ, എൻ്റെ ചോദ്യം, സർ, കേരളത്തിലെ നമ്മുടെ സഹകരണ ബാങ്കുകൾ ഓൺലൈൻ ബാങ്കിംഗ് സേവന രംഗത്ത് മറ്റ് ബാങ്കുകളോടൊപ്പം ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. അത് മെച്ചപ്പെടുത്താൻ നടപടി സ്വീകരിക്കും. അതോടൊപ്പം കേരള ബാങ്കിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പിലാക്കിയിട്ടുണ്ടോ? കേരള ബാങ്കിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പാക്കി കഴിഞ്ഞു സർ. RTGS, നെഫ്റ്റ്, IMPS, UPI, മൊബൈൽ ബാങ്കിംഗ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, ഈ സംവിധാനങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഇനി പ്രൈമറി സംഘങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ കൂടി ഇപ്പോൾ അംഗീകാരം വാങ്ങിയിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ നമ്മുടെ സഹകരണ ബാങ്കുകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ബോധപൂർവമായ നീക്കം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആശങ്ക കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം പ്രവണതകളെ നേരിടാൻ സംസ്ഥാന ഗവൺമെൻറ് എന്ത് നടപടികൾ കൈക്കൊള്ളാനാണ് ആലോചിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് രൂപം കൊടുത്തും നിധിക്ക് രൂപം കൊടുത്തും മുന്നോട്ട് വന്നപ്പോൾ, അവർ പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നിയമപരമായി ഒപ്പം സഹകരണ മേഖലയെ സഹകാരികളെ എല്ലാ വിഭാഗം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജനാധിപത്യപരമായ പ്രതിഷേധ രൂപവും നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെ ഇപ്പോൾ നമ്മൾ പ്രത്യേകമായി ഡിസ്പ്യൂട്ട് റേസ് ചെയ്തിട്ടുണ്ട്.